മറ്റു വാർത്തകളിലേക്ക്. അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയെന്ന് ആരോഗ്യവകുപ്പ്. രോഗവ്യാപനത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കാരണമാകുന്നുണ്ട് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കോളിഫോം ബാക്ടീരിയയ്ക്ക് കാരണം പാരിസ്ഥിതിക മലിനീകരണം കൂടിയതാണ് എന്നും കണ്ടെത്തി. സനിസ ശോഭാചന്ദ്രൻ, ഈ അമീബയും ബാക്ടീരിയയും രണ്ട് വ്യത്യസ്ത രോഗാണുക്കളാണ്. ഇത് തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് വിദഗ്ധർ വിശദീകരിക്കുന്നത്? അജിൻസ്, ഈ കോളിഫാം ബാക്ടീരിയയാണ് ഈ അമീബ കൂടുതലായും ഭക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോളിഫാം ബാക്ടീരിയയുടെ എണ്ണം ക്രമാതീതമായി കൂടുന്നത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിലേക്ക് നയിക്കുന്നു എന്ന കണ്ടെത്തലാണ് നിലവിൽ നടത്തിയിരിക്കുന്നത്. ഈ രോഗാവസ്ഥ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച പ്രദേശങ്ങളിലൊക്കെ ഈ കോളിഫാം ബാക്ടീരിയ ക്രമാതീതമായി അതിന്റെ എണ്ണം കൂടുതലായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ പാരിസ്ഥിതിക മലിനീകരണം കൂടുന്നതാണ് ഈ കോളിഫാം ബാക്ടീരിയ കൂടുന്നതിലേക്ക് നയിക്കുന്നത്. ഈ കക്കൂസും വീടും അടുത്തടുത്താണെങ്കിൽ അത്തരത്തിലുള്ള മലിനീകരണം ഈ കോളിഫാം ബാക്ടീരിയ മനുഷ്യരിലേക്ക് എത്തുന്നതിലൊക്കെ നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എല്ലാതരം കിണറുകളിലും ഇതിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നുണ്ട്. അതുപോലെ ഈ മാലിന്യം വലിച്ചെറിയുന്ന ജലാശയങ്ങളിലുമൊക്കെ ഈ കോളിഫാം ബാക്ടീരിയ ക്രമാതീതമായി കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിൽ ആരോഗ്യ വകുപ്പ് തന്നെ പറയുന്നത് ക്ലോറിനേഷൻ നടപടികൾ കൃത്യമായി നടത്തുക എന്നതാണ്. ഈ ക്ലോറിനേഷൻ നടപടികൾ നിലവിൽ നടത്തുന്ന തദ്ദേശ വകുപ്പുമൊക്കെ ഈ കോളിഫാം ബാക്ടീരിയ ഇവർ ഈ ക്ലോറിനേഷൻ നടത്തുന്ന സമയത്ത് തന്നെ ഈ ജലം പരിശോധിക്കുന്ന ഭാഗമായിട്ട് ഈ കണ്ടെത്തിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ മലിനീകരണം സംഭവിച്ചിട്ടുള്ള മലിനജലങ്ങളിലൊക്കെ ഈ ഒരു ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ട്. അമീബ ഈ ഒരു ബാക്ടീരിയയെ ഭക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ജലാശയത്തിൽ അമീബയുടെ സാന്നിധ്യം ഉണ്ടാകും. ഇത്തരത്തിലായിരിക്കാം ഈ രോഗവ്യാപനം കൂടുന്നത് എന്ന ഒരു കണ്ടെത്തലിലേക്കാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പും തദ്ദേശ വകുപ്പും ഒക്കെ എത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ 54 പേർക്കാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ മാസം തന്നെ ഈ ഒരു മാസത്തിന്റെ ഇടയിൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. ഈ ഒരു മാസത്തിനിടയിൽ തന്നെ 8 മരണമാണ് സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ജലാശയങ്ങളൊക്കെ ക്ലോറിനേഷൻ നടത്തി ശുദ്ധമായി തന്നെ സൂക്ഷിക്കാനുള്ള നടപടികളാണ് നിലവിൽ ചെയ്യേണ്ടത്. ഇത്തരം നിർദ്ദേശങ്ങളാണ് ആരോഗ്യ വകുപ്പിൽ നിന്നുമൊക്കെ ലഭിക്കുന്നത്. അജിൻ.